2020 ലോകകപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ത്യൻ ടീമിനെതിരെയും ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്കെതിരെയും നിരന്തരം വിമർശനം ഉയർത്തുകയായിരുന്നു പാകിസ്ഥാൻ മുൻ താരമായ മുഹമ്മദ് ആമിർ. ഇന്ത്യ ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ എത്തില്ല എന്ന് പറഞ്ഞ ആമിർ അഭിഷേക് ശർമ്മയെ സ്ലോഗർ എന്നുമാണ് വിളിച്ചത്. ഇപ്പോൾ ഇതാ ഇന്ത്യൻ മുൻ താരം മുഹമ്മദ് കൈഫ് മുഹമ്മദ് ആമിറിന് കിടിലൻ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യ സെമിഫൈനലിൽ എത്തുമെന്ന് ആമിറിന് അറിയാമായിരുന്നു എങ്കിലും വാർത്തകളിൽ ഇടം പിടിക്കാനാണ് ഇത്തരം പ്രവചനം നടത്തിയതെന്ന് കൈഫ് പറയുന്നു. ആമിറിൻ്റെ നിലവാരത്തിലേക്ക് താഴേണ്ട ആവശ്യം ഇന്ത്യക്കില്ലെന്നും കൈഫ് പറയുന്നു. 2020 ലോകകപ്പിൽ നിന്നും നേരത്തെ തന്നെ പുറത്തായ പാകിസ്ഥാൻ ടീം ബംഗ്ലാദേശിനെതിരെ ഏകദിന പരമ്പര കളിക്കാൻ ഒരുങ്ങുകയാണ്. ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്നും ലോകകപ്പിൽ കളിച്ച ബാബർ അസമിനെ പാകിസ്ഥാൻ ഒഴിവാക്കി. 2020 ലോകകപ്പിൽ ബാബർ അസമിൻ്റെ മോശം ഫോമിനെ തുടർന്നാണ് താരത്തെ പാകിസ്ഥാൻ ഏകദിന പരമ്പരയിൽ നിന്നും പുറത്താക്കിയത്. ലോകകപ്പിൽ വെറും 91 റൺസ് മാത്രമാണ് ബാബർ അസം നേടിയത്. ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന രണ്ടാം സെമിഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇംഗ്ലണ്ടിന് പെർഫെക്റ്റ് ഗെയിമൊന്നും കളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് പറഞ്ഞിരിക്കുന്നത്. ലോകകപ്പിൽ ഇംഗ്ലണ്ട് ജയിച്ച മത്സരങ്ങൾ അത്ര പൂർണ്ണമല്ല എന്നും ടീമിലെ ഓരോരുത്തരുടെയും ഒത്തൊരുമയും ആത്മവിശ്വാസവുമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും ബ്രൂക്ക് പറയുന്നു.